ഹേ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കാലിഗ്രാഫി ചെയ്യുന്നത് കണ്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ എങ്ങനെയാണ് ഒരു കാലിഗ്രാഫി ലവറായത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിലോട്ട് വന്നത് എന്നുള്ള ഒരു ചെറിയൊരു ടോക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അത്ര വലിയ എഴുതാൻ ഇഷ്ടപ്പെടുന്ന ആളൊന്നുമല്ല. ഇൻഫാക്റ്റ് എൻ്റെ കൈയക്ഷരം എന്ന് പറയുന്നത് അട്ടർ ഫ്ലോപ്പാണ്. എനിക്ക് എൻ്റെ കൈയക്ഷരം കാണുന്നതേ ഇഷ്ടമല്ല. പക്ഷേ ഒരു ദിവസം ഞാൻ കാലിഗ്രാഫി കാണാനിടയായി, ഒരു കാലിഗ്രാഫി ആർട്ട് കാണാനിടയായി. അപ്പം എനിക്ക് തോന്നി, ഇതെങ്ങനെ എനിക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു തോട്ട് എൻ്റെ മനസ്സിൽ വന്നു. പിന്നീട് ഞാൻ എൻ്റെ സിസ്റ്റർ ഇംഗ്ലീഷ് കാലിഗ്രാഫി ചെയ്യുന്നത് കാണാറുണ്ട്. അവൾ നന്നായിട്ട് ജേർണലിങ് ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, നീ എങ്ങനെയാണിത് പഠിച്ചത്, എനിക്ക് പഠിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവളിനോട് പറഞ്ഞു, പഠിക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞാൽ അവൾ എനിക്കിങ്ങനെ കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ ചെയ്തിട്ട് ശരിയാവുന്നില്ല, എങ്ങനെ ചെയ്തിട്ടും ശരിയാവുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, പ്രാക്ടീസ് വേണം, എന്നാലേ പറ്റുള്ളൂ. പിന്നെ അതിനൊരു സ്ട്രോക്ക് ഉണ്ട്, അപ്പർ സ്ട്രോക്ക്, ഡൗൺ സ്ട്രോക്ക് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സ്ട്രോക്കുകളുണ്ട്. അത് നമ്മൾ പഠിച്ചാൽ മാത്രമേ അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു, ഇതെനിക്ക് പറ്റിയ പണിയല്ല എന്ന്. ഞാൻ തീർത്ത് വിശ്വസിച്ച ഒരാളാണ്. പിന്നീടാണ് ഞാൻ ഇങ്ങനെ ഒരുപാട് വീഡിയോസ് കാലിഗ്രാഫിയെക്കുറിച്ച് കാണാനിടയായതും ഞാൻ ഞാനൊരു പെന്ന് വാങ്ങി പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ചു. സോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക, കൺസിസ്റ്റൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതൊന്നുമില്ല. സോ ഞാൻ എൻ്റെ ജേർണി ആരംഭിച്ചത് കൺസിസ്റ്റൻ്റായിട്ടുള്ള പ്രാക്ടീസിലൂടെയാണ്. ഞാനൊരു പ്രൊഫഷണലായിട്ടുള്ളൊരു കാലിഗ്രാഫറൊന്നുമല്ല, പക്ഷേ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് കാലിഗ്രാഫി ചെയ്യുന്നതിലൂടെ. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ, അത് കാണുമ്പോഴും ചെയ്യുമ്പോഴും. നമ്മൾ ചെയ്യുന്ന കാലിഗ്രാഫി സക്സസ് ആയാൽ അത് നമുക്ക് തരുന്നൊരു സാറ്റിസ്ഫാക്ഷൻ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എല്ലാവർക്കും വേണമെങ്കിൽ ഒരു കാലിഗ്രാഫി ആർട്ടിസ്റ്റ് ആവാം. കൺസിസ്റ്റൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതേ അതിനുള്ള ഒരു മാർഗമുള്ളൂ. കൺസിസ്റ്റൻ്റ് അത് കീപ്പ് ചെയ്യാം, എന്നാൽ എല്ലാവർക്കും ഒരു കാലിഗ്രാഫി ആർട്ടിസ്റ്റ് ആവാം. നമുക്ക് ഒരുപാട് അറിയണമെന്ന് ഒന്നുമില്ല ഒരു സ്കില്ല് പഠിക്കാൻ. പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ സ്കില്ല് നേടിയെടുക്കാൻ കഴിയും. സോ പ്രാക്ടീസ് 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 മേക്ക് എ പേഴ്സൺ പെർഫെക്റ്റ്. എനിക്ക് വോയിസ് ഓവർ കൊടുത്തൊന്നും വലിയ പരിചയമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഷൈ ആണ് വോയിസ് ഓവർ കൊടുക്കുന്നതിൽ. ഞാൻ ചില സമയത്ത് ചിന്തിക്കും, എൻ്റെ സൗണ്ട് ദാറ്റ്സ് നോട്ട് ഗുഡ് ആസ് അതേഴ്സ്. പക്ഷേ നമുക്ക് ട്രൈ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. സോ ഇഫ് യു ലൈക്ക് മൈ ആർട്ട് ആൻഡ് മൈ ചാനൽ, please support me.